ഞാനാണെങ്കിലുണ്ടല്ലോ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റാന്ന് കരുതി എന്താണെന്നറിയോ, ഞാൻ നാട്ടിൽ നിന്ന് വന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റാക്കിയും വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യില്ല. കാരണം നാട്ടിൽ വന്നാൽ എൻ്റെ ആദ്യത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സാധനങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയാൻ പാടില്ലെന്നാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഒരുപാട് പേര് എനിക്ക് അയച്ചു കേട്ടോ. ഞാൻ കൊടുക്കുമോ ഇല്ലയോ കേൾക്കാമെന്നൊക്കെ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ അയക്കുന്നത്. വേണ്ടേ ഫാത്തിമയെ കൊണ്ട് ഞാൻ കംപ്ലീറ്റ് അഡ്രസ്സും എഴുതി വെപ്പിച്ചു കേട്ടോ. അപ്പം ഞാനിതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇതറിയാലോ, നാത്തൂനാണ്, ആള് പ്രഗ്നൻ്റ് ആണ്. കൂട്ടുകാരൊക്കെ ആരൊക്കെയോ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഫാത്തിമ നീ പ്രഗ്നൻ്റ് ആണോ പറഞ്ഞില്ലേ? ആരൊക്കെയോ അറിഞ്ഞ് എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ, ആരൊക്കെയോ വിളിച്ചു ചോദിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്താ പരിപാടി എന്നറിയാമോ, ഞാൻ നമ്മുടെ ആ ഒരു അഡ്രസ്സ് ഒരുപാട് പേര് തന്നെ കേട്ടോ. അതിനകത്ത് ഞാൻ 10 പേരുടെയാണ് കറക്റ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ 10 പേർക്ക് ഞാൻ സാധനങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കാണണ്ടേ? ഒരു സെക്കൻഡേ വേണ്ടേ. 1 2 ഇത് ഞാനുണ്ടല്ലോ ഡ്രസ്സിൻ്റെ കൂടാണെങ്കിൽ ഒരു പാക്കറ്റ് ചോക്ലേറ്റും 2 ഈത്തപ്പഴവും ഒരു സോപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ എൻ്റെ ഒരു സ്നേഹ സമ്മാനം. പിന്നെ ഈത്തപ്പഴം നോമ്പൊക്കെ വരുമല്ലേ, അപ്പോൾ ഇതിരിക്കട്ടെ. അപ്പം വേണ്ട എല്ലാത്തിലും ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടേ കണ്ടോ, ഇത് ഞാൻ പേപ്പറിലെല്ലാം പേനും അഡ്രസ്സും എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടോ, ഇത്രയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ബുദ്ധിയുണ്ട്. ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പിന്നെ എനിക്ക് ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്ന വീഡിയോസൊന്നും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും എഡിറ്റാക്കി ഇട്ടിട്ടില്ല കേട്ടോ. എഡിറ്റാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്യില്ല. അപ്പം എൻ്റെ ആദ്യത്തെ ആവശ്യം തന്നെ ഇത് നിങ്ങൾക്ക് അയക്കുന്ന ഒരു വീഡിയോ എടുക്കണമെന്നായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വരുന്നതും ഇവിടെ വന്നതും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പതുക്കെ പോസ്റ്റ് ചെയ്യാം. ഞാൻ 20 ദിവസത്തെ അവധിക്ക് വന്നതാണ്. എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പം ഞാൻ സുഖമില്ലാണ്ട് വന്നതാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു 4 ദിവസമായിട്ട് തിരക്കായിരുന്നു. ഹോസ്പിറ്റലായിരുന്നു ഈ 3 ദിവസവും. ഇന്നലെയാണ് ഡിസ്ചാർജ് ആയത്. അപ്പം ഞാൻ ഇന്ന് തന്നെ ഇത് കറക്റ്റ് ചെയ്തിട്ട് അയക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് നാട്ടിൽ നിന്ന് വന്ന വീഡിയോ ഒക്കെ 1 by 1 ആയിട്ട് പോസ്റ്റ് ആണ്. ഇല്ലേ അബ്ദുള്ള? അപ്പം ഷെഫിക്ക് എന്താണെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. വേണ്ടേ ഫാത്തിമയെ കൊണ്ട് ഞാൻ കംപ്ലീറ്റ് അഡ്രസ്സും എഴുതി വെപ്പിച്ചു കേട്ടോ. അപ്പം ഞാനിതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ. ഫാത്തിമ ആ അഡ്രസ്സ് എടുത്തേ, ഇങ്ങോട്ട് വെച്ചെന്നറിയാം, ഞാൻ എടുത്തോട്ടാവേ. എന്താണെന്നറിയാമോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്? അതിനകത്ത് വന്ന് ഞാൻ അയക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് അയക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ, അയക്കുന്നത് നിങ്ങളെ കാണിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ടേപ്പ് ഒട്ടിച്ചേ. ടേപ്പ് ഞാൻ ആ ഫസ്റ്റ് പേര് എഴുതിയിട്ടുണ്ടായിരുന്നേ. ടേപ്പ് ഒട്ടിച്ചു ചെയ്തു. ഇതാണ് പേര്. ഏതായിരുന്നു പേര്? ഓക്കെ, ഇതാ പേരെ. ആണിങ്ങനെ കറക്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയാൻ പാടില്ലെന്നാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഒരുപാട് പേര് എനിക്ക് അയച്ചു കേട്ടോ. ഞാൻ കൊടുക്കുമോ ഇല്ലയോ കേൾക്കാമെന്നൊക്കെ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ അയക്കുന്നത്. അമാനുവിൻ്റെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് അയച്ചിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അമാനുവിൻ്റെ ഞാൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനായിരുന്നു. പക്ഷെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത് അബ്ദുള്ളയുടെയാണ്. ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിൽ ചോദിച്ചത് കൊണ്ടാണെങ്കിൽ എനിക്കത് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് അമ്മാനുവിൻ്റെ ഞാൻ ജൂണിൽ വരും കേട്ടോ. അപ്പോൾ ജൂണിൽ വരുമ്പം ചോദിച്ചവർക്ക് ഞാൻ കൊണ്ടുതരുന്നതാണ്. നേരത്തെ ചോദിച്ചിരുന്ന ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അമ്മാനുവിനെ. അത് കറക്റ്റ് ചെയ്ത് കൊണ്ടു തന്നേനെയായിരുന്നു. ഞാൻ ഈ അയക്കുന്നവരെല്ലാം നിങ്ങൾക്കിത് കിട്ടിയതിന് ശേഷം എനിക്ക് കിട്ടിയെന്ന് എനിക്കൊന്നും മെസ്സേജ് ഇട്ടിരിക്കണം കേട്ടോ. എനിക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന്. അപ്പം ഞാനിതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാനും ഫാത്തിമയും കൂടി ഉണ്ടല്ലോ എല്ലാം കറക്റ്റ് ചെയ്ത് ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പം ഇനി നാളെ രാവിലെ കൊറിയർ ഓഫീസിൽ പോകണം. പാക്ക് ചെയ്ത് വെച്ച് നിങ്ങളെയും കൂടി കാണിക്കാമേ. വേണ്ട കണ്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ 2 പേരും കൂടി നാളെ രാവിലെ കൊറിയർ ഓഫീസിൽ പോയിട്ട് അയക്കും. ഇപ്പോൾ 11:30 മണിയായോ. എന്നോട് പറയും ഉറക്കം വരുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങളിനി ഉറങ്ങാൻ പോട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ഇനി നാളെ രാവിലെ ബാക്കിയും കൂടി ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. ഞങ്ങൾ 2 പേരും കൂടെ അങ്ങനെ കൊറിയർ ഓഫീസിലോട്ട് പോവാണ് ചെയ്തത്.
വലിയ ഇതിൽ കവറിലൊക്കെ ഇട്ട് വണ്ടി ഓട്ടോയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടോയുടെ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾ കൊറിയർ ഓഫീസിലോട്ട് വെച്ചിട്ടുണ്ട്. ഷെഫിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് ഞാനും ഫാത്തിമയും കൂടിയാണ് കൊറിയർ ഓഫീസിലോട്ട് പോകുന്നത് കേട്ടോ. കൊറിയർ ഓഫീസ് ഒരു 10 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ രാവിലെ പോയിട്ട് ആദ്യം ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ പോയ തിരക്ക് കുറവായതുകൊണ്ട് രാവിലെ തന്നെ അങ്ങ് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ ആദ്യം പറഞ്ഞത് 10 എന്നല്ലേ, പിന്നെ അത് നമ്മൾ കറക്റ്റ് ചെയ്തപ്പം 11 പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 11 കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്ക പറഞ്ഞു നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തിയതിന് ശേഷം എല്ലാവർക്കും എന്നെയൊന്ന് ഇൻഫോം ചെയ്യണേ കിട്ടിയോ ഇല്ലയോ. എന്തായാലും ഞാൻ സ്ലിപ്പൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അവരാ തന്നത്, അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾക്കാണെങ്കിൽ ഒന്ന് അക്ഷയ പോകാനുണ്ട്. വോട്ടർ ലിസ്റ്റിലൊന്നും പേരില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കണമല്ലേ. ഇനി വരുമ്പോൾ ഫുള്ള് പ്രോബ്ലംസൊക്കെ അല്ലേ പേരൊക്കെ ഇല്ലെങ്കിലും. അപ്പോൾ ഇനി ഞങ്ങൾക്ക് നേരെ അക്ഷയ പോകാനുണ്ട്. അപ്പം അക്ഷയ പോകണം. ആധാറിലാണെങ്കിൽ ആദ്യത്തെ നമ്പർ കൊടുത്തത് വേറെ ആയിരുന്നു. അപ്പം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അവിടെയൊക്കെ പോയാൽ നല്ല ലേറ്റ് ആവും. അങ്ങനെ ഇവിടെ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങളങ്ങനെ കൊറിയർ ഓഫീസിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ കൊറിയറൊക്കെ അയച്ചിട്ട് വീട്ടിൽ വന്നു കേട്ടോ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ അവരുടെയൊക്കെ മെസ്സേജ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ 4 ഡ്രസ്സായിരുന്നു പറഞ്ഞത്. ഞാൻ പിന്നെ അത് 11 ഡ്രസ്സാക്കി അയച്ചത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ 11 പേർക്കുള്ള കൊറിയറാണ് അയച്ചത്. അപ്പോൾ ഇനിയും ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയൊന്നും ഞാൻ ഇവിടാണ് ഓൾറെഡി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ വന്നല്ലോ. അതിൻ്റെ എനിക്ക് തോന്നുന്നവരൊക്കെ ഈ അടുത്ത സമയത്താണെന്ന് തോന്നുന്നു വീഡിയോ കണ്ടത് കേട്ടോ. ഞാൻ ആദ്യം വീഡിയോ കണ്ടവരാണ് എനിക്ക് അഡ്രസ്സ് അന്നേരം ഇട്ട് തന്നത് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് പിൻ നമ്പരൊന്നും ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടാമത് കറക്റ്റ് ചെയ്ത് പിൻ നമ്പർ അയച്ചെന്നും. അങ്ങനെ 11 പേർക്കുള്ള കൊറിയറാണ് ഞാൻ അയച്ചിരിക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പം എന്തായാലും തരാം കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കാണാതിരുന്നിട്ടില്ല. എല്ലാവരുടെയും മെസ്സേജ് കണ്ടു. പക്ഷേ എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഇപ്പോൾ ഡ്രസ്സില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.